രജിൻ, ഈ കഴിഞ്ഞ ദിവസം അത്രയും പാർലമെന്റ് സമ്മേളിച്ച ദിവസം മുതൽ കോൺഗ്രസ് ഉയർത്തിയ ആവശ്യം, കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താം എന്ന്, പ്രതിപക്ഷം ചർച്ചയ്ക്ക് വരണമെന്ന് നിരന്തരം ലോക്സഭാ സ്പീക്കർ അതുപോലെ കേന്ദ്രമന്ത്രിമാർ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് വഴങ്ങിയില്ല ഇതുവരെ. പക്ഷേ ഇന്ന് ഈ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ അതിശക്തമായ ഒരു ബില്ല് സഭയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം മറന്നുകൊണ്ട് സഭാതലത്തിലേക്ക് ഇറങ്ങുന്ന പ്രതിപക്ഷത്തെയാണ് കണ്ടത്. നോ നോ എന്ന് പറയുമ്പോൾ ഈ ബില്ലിനെ തന്നെ ആകപ്പാടെ എതിർക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം ഈ പരീക്ഷാ സംശുദ്ധിയോ അല്ലെങ്കിൽ ഇതിൽ സുതാര്യത വേണമോ എന്ന സംശയം മാത്രമായിരുന്നോ കോൺഗ്രസിന് എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. നോക്കൂ നിലിമ, ഇന്ന് രാജ്യത്ത് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായി നിൽക്കുന്ന ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. എന്താണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്? നമ്മൾ കണ്ടതല്ല, രാജ്യത്ത് ഒരു സമരം നടക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹം മുഴുവനും ഡൽഹിയിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ, ഡൽഹി പോലെയുള്ള പാർലമെന്റ് കെട്ടിടത്തിന് സമീപമായി വലിയ ഒരു ജനസഞ്ചയം ഉണ്ടാകുകയും അവർ സർക്കാർ ഭരണകൂടത്തിനെതിരെ തിരിയുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ ജനങ്ങൾ കണ്ടതാണ്. അസാധാരണങ്ങളിൽ അസാധാരണപരമായ സംഭവങ്ങളാണ് ഡൽഹി കണ്ടത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതമായി പറയാനുള്ളത്. എന്തായിരുന്നു? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമ്പത്തായി നമ്മൾ കാണേണ്ട, ഇനി നമുക്ക് വേണ്ടി നിൽക്കേണ്ട നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മാനസിക സംഘർഷം മൂലം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായ ചോദ്യപേപ്പർ ചോർച്ച കാരണം, അവരുടെ പരീക്ഷ മാറ്റിവെപ്പൽ കാരണം, അങ്ങനെ മാനസിക സംഘർഷം മൂലം ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിൽ സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവറുടെ മക്കൾ, കാർഗിൽ യുദ്ധത്തിന് പങ്കെടുത്ത ജവാന്മാരുടെ മക്കൾ, ഈ പറയുന്ന തൊഴിലാളികളുടെയൊക്കെ മക്കൾ, സാധാരണക്കാരായ തൊഴിലാളികളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും ഇന്ത്യയിലെ ജനങ്ങളുടെ മക്കൾ ഓരോരുത്തരായി പൊഴിയുകയാണ്. സത്യത്തിൽ നമ്മൾ എല്ലാവരും ആശങ്കയിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആ സമരത്തെ അന്യായമായി പറയാൻ പറ്റില്ല. ചിലരൊക്കെ ആ സമരത്തെ വല്ലാത്ത രീതിയിലേക്ക് വേറൊരു രീതിയിലേക്കൊക്കെ ആ സമരത്തെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ മെട്രോ ഗതാഗതം മുഴുവനുമായി സ്തംഭിച്ചു. ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഉള്ള മെട്രോ ഗതാഗതം മുഴുവനായി സ്തംഭിപ്പിച്ചിട്ടും അവിടെ അവർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിലേക്ക്, ആ സമരവുമായി ബന്ധപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴും, അതുപോലെ തന്നെ അവിടെ എന്താണ് ഇന്റർനെറ്റ് ബാൻ ചെയ്തിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് പോലും ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും വിദ്യാർത്ഥികൾ ആ സമരവുമായി ഒത്തുചേർന്ന് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള വലിയൊരു സമരം, ആ സമരത്തെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത് നമ്മൾ കണ്ടതാണല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ ആ സമരത്തെ നേരിടുന്നത് വളരെ പൈശാചികമായി നരനായാട്ട് നടത്തുകയായിരുന്നു. അവിടെ അവിടെ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികളായ ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളായ ആളുകൾ, സമരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പിൻഭാഗത്ത് പോയി പോലീസ് അടിക്കുകയാണ്, ലാത്തികൊണ്ട് അടിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് പോലീസുകാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയാണ്, തല അടിച്ചു പൊട്ടിക്കുകയാണ്. അതിനെല്ലാം പോകട്ടെ, സമരത്തെ മൃഗീയമായി നേരിടുന്നതോടൊപ്പം തന്നെ പെല്ലറ്റ് ഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അസാധാരണമായ സംഭവങ്ങളിൽ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ 7 തവണ അന്വേഷണം, ഞാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതല്ല, ഇവിടുത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുകയാണ്. അത് 7 തവണ ഉപയോഗിക്കുകയാണ്. 5 തവണ വിദ്യാർത്ഥികൾക്ക് അത് പ്രഹരമേൽക്കുകയാണ്. പെല്ലറ്റ് ഗണ്ണിനെ പറ്റി ഓരോ സമരത്തിലും പങ്കെടുത്ത എനിക്ക് സഹപാഠിസ്റ്റ് ആയിട്ടുള്ള BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരിക്കും. പെല്ലറ്റ് ഗണ്ണുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, പാലസ്തീനും പോലെയുള്ള പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്തൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, ആ കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ആ പെല്ലറ്റ് ഗണ്ണിന്റെ പ്രഹരം എത്രത്തോളം കുട്ടികളിൽ ബാധിച്ചിട്ടുണ്ട് എന്നറിയാമല്ലോ. ആ പെല്ലറ്റ് ഗണ്ണ് ചിതറിപ്പോകുമ്പോൾ അത് മുഖത്ത് അടിക്കുകയാണെങ്കിൽ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടു പോകുകയും, അതുപോലെ തന്നെ മനുഷ്യന് ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്തായ വിദ്യാർത്ഥികളെ നേരിടുന്ന കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയായി നിൽക്കുകയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷം, ഞാൻ ഈ കാര്യങ്ങളിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കുട്ടികൾ വളരെ തീവ്രപരിചരണവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കിടക്കുന്നു,
അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് നിറയെ മർദ്ദനം വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മൾ ഇപ്പൊ കേരളത്തിൽ ഒരു സമരം നടക്കുമ്പോൾ തന്നെ നമ്മൾ പോലീസുകാർ രജിൻ, ഈ വിഷയങ്ങൾ പലതവണ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തതാണ്. ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ഇടപെടുന്നത്. നോക്കൂ, നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? നീറ്റുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. അത് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ തന്നെ NTA ആണ് അത് കണ്ടെത്തുന്നത് പോലും. ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നത് പ്രതിപക്ഷമല്ല ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് ഈ വിഷയം കണ്ടെത്തുന്നതും അവർ തന്നെ അന്വേഷണം നടത്തുന്നതും. സർക്കാർ അതിനുവേണ്ട റീസ്ട്രക്ചറിങ് NTA-യിൽ നടത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നു. നോക്കൂ, രാജ്യം കാത്തിരുന്ന വളരെ ചരിത്രപരമായ ഒരു ബില്ല്, ആ ബില്ലിനോട് പ്രതിപക്ഷം എന്ത് സമീപനമാണ് ഇന്ന് സഭയിൽ എടുത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കും. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു സമരത്തെ നേരിട്ടത് പൈശാചികമായി നരനായായിട്ട് നടക്കുകയാണ്. അതിന് ആൻസർ പറയേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുത്തു വന്ന പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയുമാണല്ലോ. അത് മാത്രമാണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും, അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് ഞങ്ങൾ പോലും എല്ലാവരും വിശ്വസിക്കുന്ന പ്രതിപക്ഷവും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും വിശ്വസിക്കുന്നിടത്ത് അസാധാരണങ്ങളിൽ അസാധാരണപരമായി വിദ്യാർത്ഥികൾക്ക് ഏൽക്കേണ്ടി വന്ന ഇത്രയും വലിയ മൃഗീയമായ മർദ്ദനത്തിന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം തരുവാൻ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിക്ക് തയ്യാറല്ലെങ്കിൽ അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തിനാണ് ആ സ്ഥാനത്ത് അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇനിയും സമയമുണ്ട്. താങ്കൾ പറഞ്ഞത് മനസ്സിലായി. ആഭ്യന്തരമന്ത്രി സഭയിൽ മറുപടി പറയണമായിരുന്നു, അത് ഉണ്ടായില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി വരുന്നത്.